ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണേ CA ഇൻ്റർ കോസ്റ്റിങ്ങിലെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന ചാപ്റ്ററിലെ സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലംസുകളാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് 1 വീഡിയോ കാണുക. എന്നതിന് ശേഷം പാർട്ട് 2 വീഡിയോ മാത്രം കണ്ടാൽ മതി. കാരണം പാർട്ട് 1 വീഡിയോയിലാണ് ഫുൾ കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രാക്ടിക്കൽ പ്രോബ്ലം 1. Anil and company buys annual requirement of 36,000 unit in 6 installments. അപ്പോൾ 36,000 A ആണ്. 6 എന്താവും? 6 ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ. ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ 6 ആയിട്ട് വരും. ഈച്ച് യൂണിറ്റ് കോസ്റ്റ് 1. അപ്പോൾ യൂണിറ്റ് കോസ്റ്റ് 1, ഓർഡറിങ് കോസ്റ്റ് 25. ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് 20% ഓഫ് യൂണിറ്റ് വാല്യൂ. ക്യാരിയിങ് കോസ്റ്റ് C 20% ഓഫ് 1 പറഞ്ഞാൽ 0.2 ആയിട്ട് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണത്? ഫൈൻഡ് ദ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പോളിസിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ചോദിക്കുന്നത്. പിന്നെ ഹൗ മച്ച് മണി ക്യാൻ ബി സേവ്ഡ് ബൈ EOQ. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി വെച്ചിട്ട് എത്ര എമൗണ്ട് കോസ്റ്റാണ് നമ്മൾ സേവ് ചെയ്യുന്നതെന്ന് രണ്ടാമതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? ഫസ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻവെൻ്ററി പോളിസിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഫസ്റ്റ് കാണുക. അതിന് ശേഷം EOQ കാണുക. ഫോർമുല വെച്ചിട്ട് √2 ഇൻറ്റു A ഇൻറ്റു O/C വെച്ചിട്ട് ഓർഡർ ക്വാണ്ടിറ്റി കാണും. അത് വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് കാണുക. ഇത് തമ്മിൽ വരുന്നൊരു ഡിഫറൻസ് എമൗണ്ട് ഉണ്ടാകും. അതായിരിക്കും എമൗണ്ട് സേവ് ചെയ്ത എമൗണ്ട്. സൊല്യൂഷൻ നോക്കാം. അപ്പം ക്വസ്റ്റ്യനിൽ തന്ന ഹിൻസുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറയാം. യൂണിറ്റ് പ്രൈസ് എത്ര? 1 റുപ്പിയാണ് യൂണിറ്റ് പ്രൈസ്. ആനുവൽ റിക്വയർമെൻറ്റ് 36,000 kg ആണ്. നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ 6 ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ 6 ആണ്. ഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യന് തന്നിട്ടേ ഇല്ല, പക്ഷേ ഡാറ്റ വെച്ചിട്ട് ഓർഡർ ക്വാണ്ടിറ്റി കാണാൻ കഴിയും. ആനുവൽ റിക്വയർമെൻറ്റ്സ് ബൈ നമ്പർ ഓഫ് ഓർഡർ ടേക്കൺ ഡിവൈഡ് ചെയ്താൽ 6,000 kg ആവും. ഇതാണ് ഓർഡർ ക്വാണ്ടിറ്റി. ഓർഡർ കോസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 25 പെർ ഓർഡർ. ക്യാരിയിങ് കോസ്റ്റ് യൂണിറ്റ് പ്രൈസിൻ്റെ 20%. എന്നാൽ 1 ഇൻറ്റു 20% 0.2 ആണ് ക്യാരിയിങ് കോസ്റ്റ് വരുന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പോളിസി. പർച്ചേസ് കോസ്റ്റ് വരുന്നത് എത്ര? പർച്ചേസ് കോസ്റ്റ്, ഓർഡർ കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റുമായി കൂടി ചേർന്നതാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പം പർച്ചേസ് കോസ്റ്റ് വരുന്നത് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ടത്? 36,000 kg ഇൻറ്റു ഒരു യൂണിറ്റിന് 1 റുപ്പിയാണ്. അപ്പോൾ 36,000 തന്നെ. ഈ ഓർഡർ കോസ്റ്റ് എത്ര ഓർഡർ ടേക്കൺ ചെയ്തത്? 6 ഓർഡർ. ഒരു ഓർഡറിന് എത്ര? 25 പെർ ഓർഡർ.
ഓർഡർ കോസ്റ്റ് വരുന്നത് 150. ക്യാരിങ് കോസ്റ്റ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞു. ക്യാരിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓർഡർ ക്വാണ്ടിറ്റി ആവറേജ് ഓഫ് ഓർഡർ ക്വാണ്ടിറ്റി ഇൻറ്റു ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 6000 അല്ല ഓർഡർ ക്വാണ്ടിറ്റി കണ്ടത്, അതിൻ്റെ ആവറേജ് എടുത്തിട്ട് 0.2 ക്യാരിങ് കോസ്റ്റ് എന്നാണ്. ഇപ്പോൾ എത്ര എമൗണ്ട് വരും? 600 വരും എമൗണ്ട്. ടോട്ടൽ വരുന്നത് 36,750. ഇതാണ് ഇനി ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടത് എത്ര ടോട്ടൽ കോസ്റ്റ് എമൗണ്ടാണ് സേവ് ചെയ്തതെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ EOQ കാണുക, അതല്ലെങ്കിൽ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി കണ്ടിട്ട് അത് വെച്ചിട്ടുണ്ടാകുമ്പോൾ ഒരു ടോട്ടൽ കോസ്റ്റ് എമൗണ്ട് ഉണ്ടാവും. അതും എക്സിസ്റ്റിംഗ് ടോട്ടൽ കോസ്റ്റ് എമൗണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് എമൗണ്ട് ഉണ്ടാവും. ആ ഡിഫറൻസ് എമൗണ്ടാണ് സേവ് ചെയ്ത എമൗണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കൊന്ന്. EOQൻ്റെ ഫോർമുല പറഞ്ഞാൽ 2 × A × O/C √2 × A × O/C. അപ്പോൾ 2 × A 36,000 × O 25/C 0.2. അപ്പോൾ യൂണിറ്റ് ഓർഡർ ക്വാണ്ടിറ്റി യൂണിറ്റ് മാറും. ഓർഡർ ക്വാണ്ടിറ്റി മാറും. എത്ര വരും? നേരത്തെ എക്സിസ്റ്റിംഗ് ഓർഡർ ക്വാണ്ടിറ്റി 6000 kg ആണെങ്കിൽ ഇവിടെ എത്ര ആവും? 3000 kg ഉള്ളൂ. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് ഓർഡർ ചേഞ്ച് ചെയ്യും. നേരത്തെ എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് ഓർഡർ എത്ര ഇനി? 6 ഇനി EOQയിൽ എത്ര ആയി മാറി? 12 ആയി മാറി. ഇനി ടോട്ടൽ കോസ്റ്റ് കാണും. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് മെത്തേഡ്, എക്സിസ്റ്റിങ്ങിലും EOQയിലും എന്ന ഡിഫറൻസും. അപ്പോൾ EOQ വെച്ചിട്ട് എങ്ങനെ എത്ര ടോട്ടൽ കോസ്റ്റ് എമൗണ്ട് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഇൻ EOQ. ഇവിടെ പർച്ചേസ് പ്രൈസിലൊരു ഡിഫറൻസ് വരില്ല. പർച്ചേസ് പ്രൈസ് എക്സിസ്റ്റിംഗ് ആണെങ്കിലും EOQയിലാണെങ്കിലും എത്ര വരുന്നത്? സെയിം എമൗണ്ട് തന്നെ, 36,000 തന്നെ. എഫക്റ്റ് ചെയ്യുന്നതിൽ ഓർഡർ കോസ്റ്റിലും ക്യാരിങ് കോസ്റ്റിലാണ്. അപ്പോൾ ഓർഡർ കോസ്റ്റ് എത്ര വരുന്നത്? ഓർഡർ കോസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് ഓർഡർ മാറി 12 ഓർഡർ ഇൻറ്റു 25 പെർ ഓർഡർ. അപ്പോൾ എത്ര വരും? 300 ആയി. പിന്നെ ക്യാരിങ് കോസ്റ്റിൽ ആവറേജ് ഓഫ് ഓർഡർ ക്വാണ്ടിറ്റി അല്ലേ, എക്സിസ്റ്റിൽ 6000 ആണെങ്കിൽ ഇവിടെ 3000 അതിൻ്റെ ആവറേജ് എടുത്ത് 0.2. അപ്പോൾ എത്ര വരും? 300. ടോട്ടൽ എത്രയാണ്? 36,600. തൊട്ട് മുമ്പത്തെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ എത്ര വന്ന്? 36,750 ആവുന്നത്. അപ്പോൾ ഡിഫറൻസ് എത്ര വന്ന്? എത്ര സേവ് ആക്കി? 150. ഇതാണ് സേവ് ആക്കിയ എമൗണ്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ പർച്ചേസ് പ്രൈസ് എടുക്കണമെന്ന് ആവശ്യമില്ല. കാരണം എക്സിസ്റ്റിങ്ങിലാണെങ്കിലും EOQയിലാണെങ്കിലും സെയിം എമൗണ്ടാണ് വരുന്നത്. ഇങ്ങനെ ഡിഫറൻസ് എത്ര എമൗണ്ട് സേവ് ആക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ
ഓർഡർ കോസ്റ്റും ക്യാരിങ് കോസ്റ്റും എടുത്താൽ മതി. സ്റ്റഡി മെറ്റീരിയലിൻ്റെ സൊല്യൂഷൻ ICAൻ്റെ മെറ്റീരിയലിന് സൊല്യൂഷൻ പറയണത് ഇങ്ങനെ തന്നെ, ഓർഡർ കോസ്റ്റും ക്യാരിങ് കോസ്റ്റും എടുക്കണുള്ളൂ. ഇനി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ സെക്കൻഡ് നോക്കാം. A company manufactures a special product which requires a component alpha. The following particulars are collected for the year 2022-23. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് അല്ല, വേണ്ട. അപ്പോൾ ആനുവൽ ഡിമാൻഡ് ഓഫ് ആൽഫ, ആനുവൽ റിക്വയർമെൻറ്റ് എത്ര? 8,000 യൂണിറ്റ്. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ, ഓർഡർ കോസ്റ്റ് 200. Cost per unit of alpha 400. Carrying cost per annum 20% of carrying cost 20% of unit price. അപ്പോൾ യൂണിറ്റ് പ്രൈസ് 400 അല്ലേ, 400ൻ്റെ 20% പറയുമ്പോൾ 80. ക്യാരിങ് കോസ്റ്റ് 80. അപ്പോൾ ഇത് പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. A company has been offered a quantity discount of 4%. Quantity discount 4% on purchase of alpha, provided the order size is 4,000 components at a time required. എന്താ പറഞ്ഞ്, ഓർഡർ സൈസ് 4,000 യൂണിറ്റ് ആണെങ്കിൽ 4% ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് തരുന്നതാണ്. അപ്പോൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയും? ഓർഡർ സൈസ് 4,000 യൂണിറ്റ് ആണെങ്കിൽ എത്ര ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയും? ടോട്ടൽ 8K അല്ലേ ആനുവൽ റിക്വയർമെൻറ്റ്, ഓർഡർ സൈസ് 4K. അപ്പോൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യും? 2 ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു പോളിസിയിലാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തരുന്നതാണ് ക്വസ്റ്റ്യനിൽ? 4% ഡിസ്കൗണ്ട് തരുന്നതാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണത്? കമ്പ്യൂട്ട് EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. രണ്ടാമതെന്താ ക്വസ്റ്റ്യനിൽ ചോദിക്കണത്? സ്റ്റേറ്റ് വെദർ ദ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ്. ഈ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ചോദിക്കണേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഈ EOQ കാണാം, ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി കണ്ടിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് കാണാം. അതിനെക്കാട്ടിലും മുകളിലാണ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ഓഫറിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആൻസർ കൊടുക്കേണ്ടി ഓഫർ കനോട്ട് ബി അക്സെപ്റ്റഡ്. അതിനായിട്ട് താഴെയാണെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? EOQ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ EOQൻ്റെ ഫോർമുല √2 × A × O/C. അപ്പോൾ √2 × A എത്ര? 8,000 × ഓർഡർ കോസ്റ്റ് 200 ബൈ ക്യാരിങ് കോസ്റ്റ് 80. അപ്പോൾ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി എത്ര വരും? 200 യൂണിറ്റ് വരിക. 200 യൂണിറ്റ്സ് ആണ് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി. ഇനി ക്വസ്റ്റ്യൻ നോക്കേണ്ടത് ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി കണ്ടതിന് ശേഷം ഒപ്റ്റിമം ടോട്ടൽ കോസ്റ്റ് കാണും. അതിനുശേഷം ടോട്ടൽ കോസ്റ്റിന് ഓഫറിൽ ഡിസ്കൗണ്ടിങ് ഓഫറിൽ എത്ര ടോട്ടൽ കോസ്റ്റ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് തമ്മിലുള്ള ഡിഫറൻസ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ ഓഫർ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒപ്റ്റിമം ടോട്ടൽ കോസ്റ്റിന് വേണ്ടിയുള്ള ഹിൻസുകൾ എന്തൊക്കെ നോക്കാം. യൂണിറ്റ് പ്രൈസ് എത്ര? യൂണിറ്റ് പ്രൈസ് വരുന്നത്
400 യൂണിറ്റ് പ്രൈസ് വരുന്നത്. ആനുവൽ റിക്വയർമെൻറ്റ് 8000. നമ്പർ ഓഫ് ഓർഡർ എത്രയും നമ്പർ ഓഫ് ഓർഡർ ക്വസ്റ്റ്യൻ തന്നില്ല, പക്ഷേ ഓർഡർ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ കണ്ടെത്തി. ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 200 യൂണിറ്റാണ്. അപ്പോൾ നമ്പർ ഓഫ് ഓർഡർ എത്ര വരും? 8000/200. അപ്പോൾ 40 ഓർഡർ ടേക്കാൻ ചെയ്തത്. ഓർഡർ കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്നാണ്. ഓർഡർ കോസ്റ്റ് എത്ര തന്നെ ക്വസ്റ്റ്യനിൽ? 200. ക്യാരിങ് കോസ്റ്റ് 20% ഓഫ് യൂണിറ്റ് പ്രൈസ്. അപ്പം 80 ആയിട്ട് വരും. ഇനി പർച്ചേസ് പ്രൈസ് എത്ര വരും? ഇനി ടോട്ടൽ കോസ്റ്റ് ഇൻ യോക്യൂൽ എത്രയാണ് വരുന്നത് നോക്കാം. അപ്പോൾ പർച്ചേസ് പ്രൈസിൽ എത്ര വരും? 400 × 8000 യൂണിറ്റ് = 32 lakh. ഓർഡർ കോസ്റ്റ് എത്ര ഓർഡർ നമ്മൾ ടേക്ക് ചെയ്ത്? 40 ഓർഡർ ടേക്ക് ചെയ്ത്. 40 ഓർഡർ × 200. അപ്പോൾ എത്ര വരും? 8000. ക്യാരിങ് കോസ്റ്റ് ഓർഡർ ക്വാണ്ടിറ്റിൻ്റെ ആവറേജ് /2 × ക്യാരിങ് കോസ്റ്റ് എത്ര? 80. അപ്പോൾ എത്ര വരും? 8000. അപ്പോൾ ഒപ്റ്റിമം ടോട്ടൽ കോസ്റ്റ് എത്ര തന്നെ? ഒപ്റ്റിമം ടോട്ടൽ കോസ്റ്റ് എന്നത് 32,16,000 ആണ് ഒപ്റ്റിമം ടോട്ടൽ കോസ്റ്റ് എന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് ഇൻ ഓഫറിൽ എത്ര വരുന്നത് നോക്കാം. ഓഫറിൽ എത്ര ടോട്ടൽ കോസ്റ്റ് വരുന്നത് നോക്കാം. ഓഫർ അക്സെപ്റ്റ് ചെയ്യണ്ടോ നോക്കാം. അപ്പോൾ ഓഫറിൽ എവിടെയൊക്കെ യൂണിറ്റ് പ്രൈസിൽ മാറും. യൂണിറ്റ് പ്രൈസ് എത്ര ആയിട്ട് വരും? 4% ഡിസ്കൗണ്ട് അല്ലേ? 4% ഡിസ്കൗണ്ട് വരുമ്പോൾ 400 എത്ര വരും? 3 യൂണിറ്റ് പ്രൈസ് മാറിയിട്ട് 384 ആയി മാറി. പിന്നെ എവിടെ എഫക്റ്റ് ചെയ്യുക? ഇതൊരു ഏരിയയാണ് എഫക്റ്റ് ചെയ്യുന്ന ഏരിയ. ഓർഡർ ക്വാണ്ടിറ്റി മാറി. ഓർഡർ ക്വാണ്ടിറ്റി എത്ര? ഓർഡർ ക്വാണ്ടിറ്റി 4000 യൂണിറ്റാണ് ഓർഡർ ക്വാണ്ടിറ്റി. നമ്പർ ഓഫ് ഓർഡർ എത്ര ആയിട്ട് വരും? 2 ആയിട്ട് വരും. പിന്നെ എഫക്റ്റ് ചെയ്യുന്ന ഓർഡർ കോസ്റ്റ് ഫിക്സ്ഡ് ആണ്. പിന്നെ പറയണത് ക്യാരിങ് കോസ്റ്റ് ചേഞ്ച് ചെയ്യും. യൂണിറ്റ് പ്രൈസിൻ്റെ 20% അല്ല. അപ്പോൾ 344 × 20%. അപ്പോൾ എത്ര വരും ക്യാരി കോസ്റ്റ്? 76.8 ആയിട്ട് വരും. അപ്പോൾ ഇനി എത്ര വരുന്നത് നോക്കാം.
ഓഫറിൽ എത്രയാണ് പർച്ചേസ് പ്രൈസ് എന്ന് നോക്കാം. ഓഫറിൽ എത്ര പർച്ചേസ് ചെയ്യും? ക്വാണ്ടിറ്റി K യൂണിറ്റ് ഇൻറ്റു 3084 എത്ര വരും? 30,72,000 വരും. ഇനി ഓർഡർ കോസ്റ്റിൽ എത്ര ഓർഡറാണ്? വെറും 2 ഓർഡർ ടേക്ക് ചെയ്യുള്ളൂ. ഇൻറ്റു ഓർഡർ കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? 200 അല്ലേ? 400 ഓർഡർ കോസ്റ്റ് ചേഞ്ച് ചെയ്ത്. ഇനി ക്യാരിയിങ് കോസ്റ്റ് ആവറേജ് ഓഫ് ഓർഡർ ക്വാണ്ടിറ്റി 4000/2 ഇൻറ്റു 76.8 153,600. ഇപ്പം ടോട്ടൽ കോസ്റ്റ് എത്രയായി? 32,26,000 ആണ് ഓഫറിൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത്, അല്ല ഡിസ്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ അതിനുള്ള ഡിഫറൻസ് എത്ര ആയിട്ട് വരും? 10,000 ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ടോട്ടൽ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ് ഓഫർ ഡിസ്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കൽ പ്രോബ്ലം 3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലം 1 ഉം 2 സംബന്ധിച്ച് ഇതോരോ കൺസെപ്റ്റൊന്നും ഇല്ലാത്തൊരു പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യില്ല, വീഡിയോ ഒന്നും പാടി ലെങ്തി ആവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2 ബ്രാൻഡ് ഉണ്ട്, സൂപ്പർ ഗ്രോ, നാച്ചേഴ്സ് ഓൺ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് EOQ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ EOQ ഫോർ സൂപ്പർ ഗ്രോ ആൻഡ് നാച്ചേഴ്സ് ഓൺ. അപ്പോൾ EOQൻ്റെ ഫോർമുല ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാം. രണ്ടാമത് ചോദിക്കുന്നത് ക്യാരിയിങ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് ചെയ്യുമ്പോൾ EOQൻ്റെ ആവറേജ് എടുക്കല്, EOQൻ്റെ ആവറേജ് ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ്. ഇത് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിനി. മൂന്നാമത് പറയണത് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടേക്കൺ, എത്ര ഓർഡറാണ് ടേക്കൺ ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏതായാലും ഒന്ന് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഒന്ന് നോക്കുക, ICA എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിൽ കവർ ചെയ്തത് പ്രാക്ടിക്കൽ പ്രോബ്ലം 1, 2, 3 കവർ ചെയ്ത്, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോയിൽ എന്തൊക്കെ പോരായ്മകളുള്ളത് അതൊന്ന് കമൻറ്റ് ചെയ്യും, അതനുസരിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, പ്രോപ്പർ റിവിഷൻ നോട്ട് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഓഡിറ്റിനും ലോയും എക്സാമിനൊക്കെ റിവിഷൻ നോട്ട് ഉണ്ടെങ്കിൽ ഡെയിലി ബേസിൽ റിവിഷൻ ചെയ്യുക. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.
അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.